Good morning, students. ഇന്ന് നമ്മൾ അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള സെയിം ഇവാലുവേഷൻ ഓഫ് അനലിറ്റിക്കൽ ഡാറ്റ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ സെക്കൻഡ് ക്ലാസ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ടേംസ്, അതായത് അക്യുറസി, പ്രിസിഷൻ, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, ഇത്രയും ടേംസും അതിന്റെ ഇക്വേഷൻസും വളരെ വിശദമായിട്ട് കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് പറയാതെ പോയ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്, കോൺഫിഡൻസ് ലിമിറ്റ്സ്. ഇന്ന് നമ്മൾ ആദ്യം അത് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നെക്സ്റ്റ് ബാക്കി പോർഷൻസിലോട്ട് പോകുന്നത്. ഓക്കെ, എന്താണ് കോൺഫിഡൻസ് ലിമിറ്റ്? ഇറ്റ്സ് എ പ്രോബബിലിറ്റി ദാറ്റ് എ പാരാമീറ്റർ ഫോൾ ബിറ്റ്വീൻ എ സെറ്റ് ഓഫ് വാല്യൂസ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് എടുക്കുകയാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2.92 എന്നും 5.62 നിന്നുമാണെന്ന് വിചാരിക്കും. അതിന്റെ ഇടയിൽ ഒരുപാട് വാല്യൂസ് ഉണ്ട്. അപ്പൊ അതിന്റെ മീൻ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ വരുന്നത് 4.27 ആണ്. ഈ ഗ്രാഫ് ശ്രദ്ധിക്കുക. ഓക്കെ, മീൻ 4.27 ആണ് കിട്ടുന്നത്. ഇതാണ് അതിന്റെ ലോവർ ലിമിറ്റ്, ഇതാണ് അതിന്റെ അപ്പർ ലിമിറ്റ്. അപ്പോൾ നമ്മുടെ കിട്ടിയിരിക്കുന്ന മീൻ എന്ന് പറയുന്നത് 95 ചാൻസ് ഉണ്ട് നമ്മൾക്ക് ഈ ലോവർ ലിമിറ്റിന്റെ അപ്പർ ലിമിറ്റിന്റെ ഇടയിൽ വരാൻ. ഈ 95 ചാൻസിനെയാണ് നമ്മൾ പറയുന്നത് എന്താ? കോൺഫിഡൻസ് ലെവൽ എന്ന്. കോൺഫിഡൻസ് ലെവൽ. ഓക്കെ, ഇനി ഇപ്പോ 95% ചാൻസ് മീൻ കിട്ടാനുണ്ട്, പോപ്പുലേഷൻ മീൻ കിട്ടാൻ ഈ ഒരു ഏരിയയിൽ, ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ 95% ഉണ്ട്. പുറത്ത് എത്ര പെർസെന്റേജ് ബാക്കിയുണ്ട്? 5%. അത് ലോവർ ലിമിറ്റിന് ശേഷം 2.5%, അപ്പർ ലിമിറ്റിന് ശേഷം 2.5% ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഡാറ്റേനെ. അപ്പൊ ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 2.92 5.62 ആണ്. ലോവർ ലിമിറ്റ് 2.92, അപ്പർ ലിമിറ്റ് 5.62. ഓക്കെ, ഈ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺഫിഡൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പർ ആൻഡ് ലോവർ ലിമിറ്റിന് കോൺഫിഡൻസ് ലിമിറ്റ്. ഇതെങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലം തന്നാ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, കോൺഫിഡൻസ് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ബാർ പ്ലസ് ഓർ മൈനസ് ടി ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ റൂട്ട് എൻ. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ടെർമിനോളജീസ് ഒരു പഴയുണ്ട് അല്ലെ? എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ ആണ്, ഒരു ഡാറ്റയുടെ മീൻ ആണ്. എസ് ഡി എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നെക്സ്റ്റ് എൻ, നമ്പർ ഓഫ് മെഷർമെന്റ്സ്. അതും നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് മെഷർമെന്റ്സ്. ഇനി നമുക്ക് അറിയാത്തൊരു വാല്യൂ എന്ന് പറയുന്നത് ടി ആണ്. ദിസ് ഇസ് എ ടി വാല്യൂ. എങ്ങനെയാ ടി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡാറ്റയാണ് തന്നെ ശ്രദ്ധിക്കാം. ഇതിന് 2.5% റിമൈനിങ് ആൻഡ് 95% ആണ് നമ്മുടെ ചാൻസ്, കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടി ടേബിൾ ഉണ്ടാവും. എല്ലാ ഡാറ്റയ്ക്കും ഒരു പെർട്ടിക്കുലർ ടി ടേബിൾ ഉണ്ടാവും. ആ ടി ടേബിളിൽ നിന്ന് നമുക്ക് ഈ ടി വാല്യൂ കിട്ടും. എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണുക. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെഷർമെന്റ്സ് തന്നെയാണ്, പക്ഷെ n-1 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു 10 ഡാറ്റ ഉണ്ടെങ്കിൽ അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 9 ആയിരിക്കും. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ഈ 95% കോൺഫിഡൻസ് ലെവലിനും കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഇതൊരു ടേബിൾ ആണ്, ഒരുപാട് വാല്യൂസ് ഉള്ള ഒരു ടി ടേബിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ 2.5%, താഴെ 95%, ഈ കോൺഫിഡൻസ് ലെവലില് ഡിഗ്രി ഓഫ് ഫ്രീഡം ഒരു 9 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടി വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഈ ടി വാല്യൂ ആണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ലിമിറ്റ് എവിടുന്ന് മീൻസ് എന്താണ് കോൺഫിഡൻസ് ലെവൽ എന്നും എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നും നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി വാല്യൂ വേണം ഈ ഇക്വേഷനിൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെയാണ് കോൺഫിഡൻസ് ലിമിറ്റ്സിന്റെ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഇത്രയും ടെർമിനോളജീസ് ആണ് നമ്മൾ മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെ ഒരുപാട് ടെർമിനോളജീസ് പറഞ്ഞു. ഇതിനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റയെ വാല്യൂ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡാറ്റ നമുക്ക് ആവശ്യമുണ്ടോ, ഇല്ലെങ്കിൽ അതിനെ എങ്ങനെ റിജക്ട് ചെയ്യാം, ഒരു ഡാറ്റ സിഗ്നിഫിക്കന്റ് ആണോ, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് റിജക്ഷൻ ഓഫ് റിസൾട്ട്സ് നോക്കാം. റിജക്ഷൻ ഓഫ് റിസൾട്ട് പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ ഒരു എക്സ്പെരിമെന്റിൽ കൂടി ഒരു ഡാറ്റ എടുക്കുകയും ആ ഡാറ്റ എത്രമാത്രം നമുക്ക് ആവശ്യമുള്ളതാണ്, അതായത് ആ ഡാറ്റയുടെ ആവശ്യമുണ്ടോ, അത് റീറ്റെയിൻ ചെയ്യണോ, അത് റിജക്ട് ചെയ്യണോ എന്ന് നമുക്ക്
ഡിസൈഡ് ചെയ്യാൻ ഒരു ടെസ്റ്റ് ഉണ്ട്, കോഷ്യൻ ടെസ്റ്റ് അല്ലെങ്കിൽ ക്യൂ ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, കോഷ്യൻ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അതിന് ആദ്യം ഒരു 3 സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാക്കി വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. നമുക്ക് ഒരു സെറ്റ് ഓഫ് ഡാറ്റ തന്നു കഴിഞ്ഞാൽ ആ ഒബ്സർവേഷനെ നമ്മൾ ഡിക്രീസിങ് ഓർഡർ ഓഫ് ന്യൂമറിക്കൽ വാല്യൂസിൽ അറേഞ്ച് ചെയ്യുക ഫസ്റ്റ്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ സസ്പെക്റ്റഡ് വാല്യൂ ആൻഡ് ഇറ്റ്സ് നെയ്ബർ ഷുഡ് ഫൈൻഡ് ഔട്ട്. എന്താണ് സസ്പെക്റ്റഡ് വാല്യൂ, റീറ്റെയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വാല്യൂനെയാണ് സസ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. നെയ്ബർ എന്ന് പറഞ്ഞാൽ അതിന് നെയ്ബറിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു വാല്യൂ ഉണ്ടാവും, അതിനെയാണ് നെയ്ബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവ തമ്മിലുള്ള ഡിഫറൻസ് കാണാം, അതായത് എക്സ് എസ് മൈനസ് എക്സ് എൻ കണ്ടുപിടിക്കാം. ഇനി അതിന്റെ സൈൻ നിങ്ങൾ നോക്കേണ്ടതില്ല, അവോയ്ഡ് സൈൻ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഡിവൈഡ് ബൈ ദ റേഞ്ച് ഓർ സ്പ്രെഡ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്താണ് റേഞ്ച്. W എന്നൊരു ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ ആണ്. ഓക്കെ, മാക്സിമം വാല്യൂ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡാറ്റ മൈനസ് മിനിമം വാല്യൂ. ഞാൻ ഇവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്യൂ എക്സ്പെരിമെന്റൽ കാണണമെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്തതിന് ശേഷം ക്യൂ എക്സ്പെരിമെന്റൽ ഇസ് ഈക്വൽ ടു സസ്പെക്റ്റഡ് വാല്യൂ മൈനസ് നിയറസ്റ്റ് വാല്യൂ എക്സ് എസ് മൈനസ് എക്സ് എൻ ഡിവൈഡഡ് ബൈ ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ ഇൻ ദാറ്റ് ഡാറ്റ, ദാറ്റ് ഇസ് റേഞ്ച്, ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ്. അതാണ് ക്യൂ എക്സ്പെരിമെന്റൽ. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന ക്യൂ എക്സ്പെരിമെന്റൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആ പെർട്ടിക്കുലർ ഡാറ്റയുടെ ക്യൂ ക്രിട്ടിക്കൽ കൊടുത്തിട്ടുണ്ടാവും. ആ ക്യൂ എക്സ്പെരിമെന്റൽ ക്യൂ ക്രിട്ടിക്കലിനെക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ ആ സസ്പെക്റ്റഡ് വാല്യൂ ഷുഡ് ബി റിജക്റ്റഡ് എന്നാണ് മീനിങ്. ഓക്കെ, ക്ലിയർ ആയാലോ? നേരെ തിരിച്ചാണെങ്കിൽ ആ സസ്പെക്റ്റഡ് റിസൾട്ടിന് റിജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ക്യൂ ക്രിട്ടിക്കൽ ഗ്രേറ്റർ ദാൻ ക്യൂ എക്സ്പെരിമെന്റൽ ആണെങ്കിൽ. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇതാണ് ക്യൂ ടെസ്റ്റ്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് the percentage of iron or Fe2O3 found to be 66, 65.55, 65.90, 67.85, 66.85, 69.90 and 65. The suspected value is note here 69.90. Check whether it should be retained or rejected. The Q critical for 7 observation at 90% confidence level is 0.49. ഓക്കെ, ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർമ്മിക്കാം. എന്താണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്? അറേഞ്ച് ദ വാല്യൂ, അറേഞ്ച് ദ ന്യൂമറിക്കൽ വാല്യൂസ്. എന്ത് ഓർഡറിൽ? ഡിക്രീസിങ് ഓർഡറിൽ. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിക്രീസിങ് ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്യാം. ദെൻ എങ്ങനെ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യാം നോക്കുക. 69.90 67.85 അല്ലെ, 66.85, then 66, പിന്നെന്താ 65.90, then വേറെന്താ വരിക 65.55, പിന്നെ ഒരാളും കൂടിയുണ്ട് 65 അല്ലെ. ഇതിൽ നിന്ന് സസ്പെക്റ്റഡ് വാല്യൂ ഏതാ? 69.90 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് സസ്പെക്റ്റഡ് വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു 69.90. അപ്പൊ അതിന്റെ നെയ്ബറിംഗ് വാല്യൂ ആരാ? തൊട്ടടുത്തിരിക്കുന്ന ആള്. അതിനാണ് ഡിക്രീസിങ് ഓർഡറിൽ എഴുതുന്നത് 67.85. ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എക്സ് എസ് മൈനസ് എക്സ് എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.05. ഇൻ പെർസെന്റേജ് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് അയൺ ആണ്, അതുകൊണ്ട് പെർസെന്റേജ് തന്നെ ഡിനോട്ട് ചെയ്താൽ മതി. ഇനി റേഞ്ച് എന്താ? ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ 69.90 മൈനസ് ലോവസ്റ്റ് വാല്യൂ എത്രയാ? 65. ഓക്കെ, ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ ഡിക്രീസിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. 4.90% ആയിരിക്കും കിട്ടുക. ഇനി ക്യൂ എക്സ്പെരിമെന്റൽ ഒന്ന് കണ്ടു നോക്കൂ. കിട്ടിയിരിക്കുന്ന 2.05 എന്ന് പറയുന്ന വാല്യൂയെ 4.90 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ വി ഗോട്ട് എത്രയാ? 0.418 ആണ് ക്യൂ എക്സ്പെരിമെന്റൽ. ക്യൂ ക്രിട്ടിക്കൽ എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നോക്കുക. ക്യൂ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് 0.49 ആണ്. ആരാണ് കൂടുതൽ? ക്യൂ ക്രിട്ടിക്കൽ ആണ് കൂടുതൽ. ക്യൂ ക്രിട്ടിക്കൽ ഗ്രേറ്റർ ദാൻ ക്യൂ എക്സ്പെരിമെന്റൽ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ
സസ്പെക്ടഡ് റിസൾട്ട് ക്യൂ ക്രിട്ടിക്കൽ കൂടുതലാണ് ക്യൂ എക്സ്പെരിമെന്റലിനെക്കാളും. സസ്പെക്ടഡ് റിസൾട്ട് നോട്ട് റിജക്റ്റഡ് അല്ലെ? റിജക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴാണ് റിജക്ട് ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചത് പ്രകാരം ക്യൂ എക്സ്പെരിമെന്റൽ ഗ്രേറ്റർ ദാൻ ക്യൂ ക്രിട്ടിക്കൽ വരുമ്പോഴാണ് നമ്മൾ റിസൾട്ടിന് ആ പറഞ്ഞിരിക്കുന്ന സസ്പെക്ടഡ് റിസൾട്ടിന് വാല്യൂനെ റിജക്ട് ചെയ്യേണ്ടത്. ഇവിടെ റിജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രീതിയിലാണ് നമ്മൾ ക്യൂ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സിഗ്നിഫിക്കൻസ് ഓഫ് എ റിസൾട്ട് ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് റിജക്ട് ചെയ്യല്ല. വി ചെക്ക് വെദർ ദർ ഈസ് എ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് മെത്തേഡ് ആൻഡ് ന്യൂ മെത്തേഡ്. അതിന് രണ്ട് വഴികളാണ് ഉള്ളത്. ഒന്ന് എഫ് ടെസ്റ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വേരിയൻസ്, റേഷ്യോ ഓഫ് വേരിയൻസ് ഫ്രം സ്റ്റാൻഡേർഡ് മെത്തേഡ് ആൻഡ് ന്യൂ മെത്തേഡ്. നെക്സ്റ്റ് വൺ ടി ടെസ്റ്റ് ആണ്. ടി ടെസ്റ്റിൽ നമ്മൾ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ വെച്ചിട്ടാണ് ആ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഡാറ്റ ഫ്രം സ്റ്റാൻഡേർഡ് മെത്തേഡ് ആൻഡ് ന്യൂ മെത്തേഡ്. ഫസ്റ്റ് വി ഫൈൻഡ് ഔട്ട്, ദെൻ വി take the square of this standard deviation, that is variance. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയറിനെ എന്താണ് പറയുന്നത്? വേരിയൻസ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേരിയൻസിന്റെ റേഷ്യോ ആണ് എഫ് ടെസ്റ്റിൽ കാണുന്നത്. അതായത് വേരിയൻസിനെ നമ്മൾ സിഗ്മ എന്ന് റെപ്രസെന്റ് ചെയ്യുമെങ്കിൽ സ്റ്റാൻഡേർഡ് മെത്തേഡിലെ വേരിയൻസ് ഡിവൈഡഡ് ബൈ ന്യൂ മെത്തേഡിലെ വേരിയൻസ്. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഫ്രം സ്റ്റാൻഡേർഡ് മെത്തേഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഫ്രം ന്യൂ മെത്തേഡ്. ഇങ്ങനെ ഒരു റേഷ്യോ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എഫ് എക്സ്പെരിമെന്റൽ വാല്യൂ ഈസ് നേരത്തെ പോലെ എഫ് ക്രിട്ടിക്കലിനെക്കാളും കൂടുതലാണെങ്കിൽ ദർ ഈസ് എ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് ആൻഡ് ന്യൂ മെത്തേഡ്. ഓക്കെ, ഒരു പ്രോബ്ലത്തിലൂടെ പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കാം. The set of results from standard and new method given below and F critical also given 2.13. സ്റ്റാൻഡേർഡ് മെത്തേഡിലൂടെ കണ്ടുപിടിച്ച വാല്യൂസ് ആണ് ഈ മുകളിൽ തന്നിരിക്കുന്നത്. ന്യൂ മെത്തേഡിലെ കൂടി കണ്ടുപിടിച്ച വാല്യൂസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് വേണം അത് കണ്ടുപിടിക്കാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സീരിയൽ നമ്പർ. ഫസ്റ്റ് നമ്മൾ ന്യൂ മെത്തേഡ് കാണുകയാണെന്ന് വിചാരിക്കുക. ന്യൂ മെത്തേഡിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കാണണമെങ്കിൽ സീരിയൽ നമ്പർ എഴുതാം, ഇൻഡിവിജ്വൽ മെഷർമെന്റ്സ് എഴുതാം, xi മൈനസ് എക്സ് ബാർ, xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ കാണാം. ഇവിടെ ഓരോ വാല്യൂസും നമ്മൾ എഴുതി ഒരു 5 വാല്യൂസ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള xi വാല്യൂസും 5 എണ്ണം ഉണ്ടാവും. ഇവിടുന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സിഗ്മ xi കണ്ടുപിടിക്കാം. അതിൽ നിന്ന് സിഗ്മ xi ബൈ n ചെയ്താൽ എന്ത് കിട്ടും? എക്സ് ബാർ കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് xi മൈനസ് എക്സ് ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ട് അതിന്റെ സ്ക്വയർ, ഓക്കെ, സ്ക്വയറും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് സിഗ്മ xi മൈനസ്, നിങ്ങൾ ചെയ്യാം കേട്ടോ, ഒരു പ്രോബ്ലം ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാം. ഇനി ഇതിലത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് summation of xi minus x bar the whole square divided by n minus 1. n എന്താ? ന്യൂ മെത്തേഡിൽ 1 2 3 4 5 6 7 8 ആണ്. അപ്പൊ ഇവിടെ n മൈനസ് 1 എന്ന് പറയുന്നത് 7 ആയിരിക്കും വരാൻ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ന്യൂ മെത്തേഡ് കാണാം. അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് മെത്തേഡും കണ്ടുപിടിക്കാം. എന്നിട്ട് രണ്ടിന്റെയും സ്ക്വയർ എത്രയാന്ന് കണ്ടുപിടിക്കാം. Standard deviation square from standard method and standard deviation square from new method. ഇത് രണ്ടും കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും എഴുതി തരാത്തത്. എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് മെത്തേഡിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഫ്രം ന്യൂ മെത്തേഡ് അല്ലെ? ഇത് കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് എഫ് experimental വരുന്നത്? Is it greater than or less than critical, Q critical? If greater than Q critical, there is a significance difference between the standard method and new method. Next one എന്ന് പറയുന്നത് T test ആണ്. Here also we find out the significance of a result by standard and new method. But it is related to mean. F test നമ്മൾ വേരിയൻസിനെ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ആ ടെസ്റ്റ് സിഗ്നിഫിക്കൻസ് ആണോ അല്ലയോ എന്നുള്ളത്. ഹിയർ നമ്മൾ മീൻ ഡീവിയേഷനെ വെച്ചിട്ടാണ് ഇത് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ
കാണാത്ത ഒരു ടേം എന്ന് പറയുന്നത് ഡി ബാർ ആയിരിക്കും അല്ലെ. ഡി ബാർ ആണ് മീൻ ഡീവിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് നമുക്ക് അറിയാം, പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ആ ഇക്വേഷൻ ഇവിടെ സമ്മേഷൻ ഓഫ് ഡി ഐ മൈനസ് എക്സ് ഐ മൈനസ് എക്സ് ബാറിന് പകരം ഡീവിയേഷനെ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, എൻ മൈനസ് വൺ എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് മെഷർമെന്റ്സ്. ഓക്കെ, ഇത്രയും നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഡി ബാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ നമുക്ക് അറിയാത്ത കാര്യം. ഇവിടെ ഒരു നോക്കാം, ഒരു പ്രോബ്ലം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്രോബ്ലം ചെയ്ത് കണ്ടുപിടിക്കുക, പക്ഷെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. The set of results from standard and new method given below and T critical of that measurement is 0.48. സ്റ്റാൻഡേർഡ് മെത്തേഡിന്റെയും ന്യൂ മെത്തേഡിന്റെയും വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ രണ്ട് ഡാറ്റ ഉണ്ട് അല്ലെ, ഈ രണ്ട് ഡാറ്റയും സെപ്പറേറ്റ് ആണ് എഫ് ടെസ്റ്റിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ സീരിയൽ നമ്പർ, നമ്മുടെ സ്ഥിരം കോളം നോക്കാം, ദെൻ ഡി ഐ, ഇങ്ങനൊരു പുതിയ ടേം വരുന്നു. എക്സ് ഐക്ക് പകരം ഡി ഐ വരുന്നു. ഡി ഐ മൈനസ് ഡി ബാർ, ഡി ഐ മൈനസ് ഡി ബാർ ദ ഹോൾ സ്ക്വയർ, ഇത്രയും വേണം. ഇവിടെ ഇപ്പോ ഞാനിപ്പോ എല്ലാ വാല്യൂസും കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുന്നില്ല. ഒരു 5 വാല്യൂസ് ഇരുന്നു. 5 വാല്യൂസ് ഇവിടെ എത്രയുള്ളത്, 1 2 3 4 5 6 7 വാല്യൂസ് ഉണ്ട് ന്യൂ മെത്തേഡിലും സ്റ്റാൻഡേർഡ് മെത്തേഡിലും. ഡി ഐ എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഫ്രം ന്യൂ മെത്തേഡ് മൈനസ് റിസൾട്ട് ഫ്രം സ്റ്റാൻഡേർഡ് മെത്തേഡ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ ന്യൂ മെത്തേഡിൽ 9.35ഉം 8.65 ആണുള്ളത്. ഓക്കെ, ഫസ്റ്റ് വാല്യൂ, ഫസ്റ്റ് ഡി ഐ വാല്യൂ എന്ന് പറയുന്നത് D1 എന്ന് പറയുന്നത് എന്തായിരിക്കും, 9.35 മൈനസ് 8.65. ഇങ്ങനെ എല്ലാത്തിൽ നിന്നും നിങ്ങൾ വാല്യൂവിന്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈൻ ഇവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് പ്ലസ് ഓർ മൈനസ് ആ വാല്യൂസ് 7 വാല്യൂസ് 7 ഡി ഐ D7 വരെ നിങ്ങൾക്ക് ആൻസർ മീൻസ് വാല്യൂസ് കിട്ടും. ഓരോ ന്യൂ മെത്തേഡിലെ സ്റ്റാൻഡേർഡ് മെത്തേഡിലെയും വാല്യൂസ് മിനിമൈസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ദെൻ ലാസ്റ്റ് നമ്മൾ സാധാരണ കാണുന്ന പോലെ ഡീവിയേഷൻ ഓക്കെ ബൈ എൻ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് കിട്ടുക, ഡി ബാർ കിട്ടും. ഹിയർ ഇത് മീൻ ഡീവിയേഷൻ തന്നെയാണ്, മീനാണ് കാണുന്നത്. ഈ ഡി ഐയുടെ മൊത്തം മീൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഡി ബാർ. ഇനി ഓരോ D1 മൈനസ് ഡി ബാർ, D2 മൈനസ് ഡി ബാർ, D3 മൈനസ് ഡി ബാർ, അങ്ങനെ D7 മൈനസ് ഡി ബാർ വരെ നമ്മൾ കിട്ടിയ ഡി ബാർ വാല്യൂവിൽ നിന്ന് ഓരോന്നും മൈനസ് ചെയ്ത് ഇവിടെ ഓരോരോ വാല്യൂസ് നമുക്ക് കിട്ടും. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ദെൻ ഡി ഐ മൈനസ് ഡി ബാറിന്റെ സ്ക്വയർ കാണാം. ഇവിടെ ഡി ഐ മൈനസ് ഡി ബാർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ എന്താ, summation of di minus d bar the whole square divided by n minus 1. n number of measurements ആണ്, n minus 1 number 6 ആണ്. 7 number of measurements ഉണ്ടെങ്കിൽ ഇവിടെ n minus 1 എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഇവിടുന്ന് കിട്ടിയ സമ്മേഷൻ, ഇവിടെ നമ്മൾ താഴെ എല്ലാ ടേബിളിനും താഴെ ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, ഇവിടുന്ന് നമുക്ക് ഈ വാല്യൂ കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. നമ്മുടെ ഇക്വേഷൻ എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡി ബാർ എൻ, എല്ലാ വാല്യൂസും കിട്ടിയല്ലോ. ഡി ബാർ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൂട്ട് എൻ ഇവിടെ 7 ആണ്, 7 നമ്പർ ഓഫ് മെഷർമെന്റ്സ് ആണ് തന്നിരിക്കുന്ന പ്രോബ്ലത്തിലുള്ളത്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടി എക്സ്പെരിമെന്റൽ വാല്യൂസ് കിട്ടും. ആ ടി എക്സ്പെരിമെന്റൽ എന്ന് പറയുന്നത് ടി ക്രിട്ടിക്കൽ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്രിട്ടിക്കൽ വാല്യൂവിനെക്കാളും കൂടുതലാണെങ്കിൽ, നേരത്തെ എഫ് ടെസ്റ്റിൽ പറഞ്ഞ അതേപോലെ there is a significant difference between these two method, new method and standard method. ഓക്കെ, ഇങ്ങനെയാണ് ടി ടെസ്റ്റിലൂടെ നമ്മൾ ഒരു സിഗ്നിഫിക്കൻസ്, റിസൾട്ടിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കുന്നത്. താങ്ക് യു.